ഈ സമരം അവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ അവർക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു നിലപാട്. ഞാൻ എടുക്കുന്ന ചർച്ചകളിലും ആ നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഈ സമരം എന്തിന് ആരോട് ചെയ്യണമെന്ന് ഞങ്ങൾ നിശ്ചയിക്കും. സമരമുദ്രാവാക്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരും. ആരൊക്കെ സമരത്തിന് നേതൃത്വം നൽകണമെന്ന് ഞങ്ങൾ പറയും. അങ്ങനെയാണെങ്കിലേ അത് സമരമാവുകയുള്ളൂ. അല്ലാത്തതൊക്കെ അരാജക സമരമായിരിക്കും, കുത്തിത്തിരിപ്പ് സമരമായിരിക്കും, 26,000-ൽ വെറും 450 പേർ പങ്കെടുക്കുന്ന സമരമായിരിക്കും, ക്യാഷും ഭക്ഷണവും വാങ്ങി വെറുതെ ഇരിക്കുന്നവരുടെ സമരമായിരിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കാം. ഈ അധിക്ഷേപമാണ് ഇത്രയും ദിവസം ഈ ആശാവർക്കർമാർ കേട്ടുകൊണ്ടിരുന്നത്. SUCI നേതൃത്വം നൽകുന്നു എന്നുള്ളത് കൊണ്ട് അവരുടെ ആവശ്യമില്ലാതാകുന്നില്ല, അവരുടെ ആവശ്യം മോശമാകുന്നില്ല. അവരെ ഈ ചർച്ചയ്ക്ക് വിളിച്ച 2 ചർച്ചകളുടെ കാര്യവും പറഞ്ഞല്ലോ. 3 ചർച്ചകളാണ് നടന്നത്. തുടക്കത്തിലൊരു ചർച്ച പറഞ്ഞു. ഈ പറയുന്ന ആരോഗ്യമന്ത്രി പറയുന്നു 10 മാനദണ്ഡങ്ങൾ മാറ്റിയല്ലോ, അത് നിങ്ങളുടെ ഒരു ആവശ്യം അംഗീകരിക്കലാണല്ലോ. അതൊരു വസ്തു പറയും. മറ്റൊരു വസ്തു പറയും ഈ 10 മാനദണ്ഡങ്ങളുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നേരത്തെ തന്നെ ആലോചന നടത്തിയിരുന്നു, ഒരു കമ്മിറ്റിയെ വെച്ചിരുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനമാണ്. അപ്പോൾ നിങ്ങളുടെ സമരം കൊണ്ടുണ്ടാക്കിയ തീരുമാനമല്ല, അതിനു മുൻപ് തന്നെ ഞങ്ങളിത് ആലോചിച്ചിരുന്നു എന്ന രൂപത്തിൽ ഒരു സ്ഥലത്ത് പറയും. മറ്റൊരു സ്ഥലത്ത് കുറച്ച് പ്രതിസന്ധിയിലാകുമ്പോൾ ഈ ആവശ്യം അംഗീകരിച്ചല്ലോ, നിങ്ങളുടെ ആവശ്യങ്ങളോട് അനുഭാവപൂർവ്വം ഞങ്ങൾ നിൽക്കുന്നു, പക്ഷേ ഞങ്ങളുടെ കയ്യിൽ കാശില്ല, കേന്ദ്രം തരണം, ഞങ്ങളുടെ കയ്യിൽ കാശില്ല എന്ന് പറയും. ഇതാണ് ആരോഗ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്.